നമ്മൾ ചേട് കൊടുക്കണ്ടേ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവള് പറയുന്ന ഇങ്ങനെ ചേട് കൊടുത്തു നോക്കുമ്പോ ഗിരിജ കണ്ട് അന്നേ തന്നെ അശോകനെ വിളിച്ച് പറഞ്ഞ് അമ്മേന്റെ ചേട്ടിനൊരു കുഴപ്പമില്ല, ദൂരെ എന്ന് പറയുന്ന പിടിച്ചെടുക്കുന്നുണ്ട്, നിങ്ങൾ ഇനി ഫോണിൽ കൂടി മിസൈല് വിട്ടാ മതി. മെസ്സേജ് അതന്നെ മെസ്സേജ്. പിന്നെ ഗിരിജ അശോക മെസ്സേജ് വിടല. ഒരു ദിവസം ഗിരിജ എന്തെന്ന് ഒരു മെസ്സേജ് അയക്കുവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച് എന്തെന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ദിവസം ഗിരിജ ഒരയില പൊരിച്ചിട്ട് എൻ്റെ മുമ്പ് കൊണ്ടുവന്നു. അയിമേൽ ഒരൊറ്റ വര അയിലമേൽ. അപ്പം ഞാൻ പറഞ്ഞല്ലേ മളെ, എനിക്കിത് 2-3 വര വരഞ്ഞിട്ടുണ്ട്, മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് ഒരു അയില പൊരിച്ച് കൊണ്ടുവന്ന് ഒരയിലമേൽ 150 വര. കോളിതാരിയായിട്ട് പേടി ഈ കാര്യം എഴുതി പിടിച്ച് അയിലേന്റെ കാര്യമെല്ലാം മെസ്സേജിൽ എഴുതിയിട്ട് അശോകനെ അയപ്പിക്കേണ്ട പരിപാടി. ഇത് ഞാൻ വായിക്കുന്ന ഗിരിജ കണ്ടേരും തന്നെ അശോകനെ വിളിച്ച് പറഞ്ഞ് അമ്മ ഇപ്പൊ മലയാളമെല്ലാം വായിച്ചു തുടങ്ങി, ഇനി എഴുത്ത് ഇംഗ്ലീഷിലായിക്കോ. അമ്മയാണ് സത്യം. എന്റെ അടുത്ത പരിപാടി ഇംഗ്ലീഷ് പഠിക്കല. ഇംഗ്ലീഷ് നമ്മൾ വിചാരിക്കുന്ന പിന്നെ അക്ഷരമൊന്നുമില്ല, മലയാളത്തിന്റെ ആകെ കുറഞ്ഞ അക്ഷരാണ്. പിന്നെ വേറൊരു സംഭവം, ഇംഗ്ലീഷിന് ചെറിയ അക്ഷരവും വലിയ അക്ഷരം ഉണ്ടല്ലോ. ഇംഗ്ലീഷിന് ചെറിയ അക്ഷരം വലിയ അക്ഷരം ഉണ്ട് ഇല്ലേ? ഉമ്മക്കുണ്ടോ അങ്ങനെ ചെറുതും വലുതും ഉമ്മക്കെല്ലാവരും ഒരുപോലെ അല്ല മനെ. ഞാനൊന്ന് പറയുന്ന ഇംഗ്ലീഷ് പഠിച്ചാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥലം കിട്ടുമല്ലോ. ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയ ഒരു പണിയെടുക്കണ്ട, കിടന്നുറങ്ങിയാ അതിന്റെ അടുത്ത പരിപാടി ഇംഗ്ലീഷ് പഠിക്കല്ല. പക്ഷെ വയസ്സന്മാർക്ക് പഠിക്കുക മലയാളം തന്നെയാണ് മനെ നല്ല. അങ്ങനെ പറയേ. പിന്നെ ഇംഗ്ലീഷിന്റെ മാഷ് ബോർഡുമ്മല് CAT എഴുതി നമ്മൾ കേറ്റുന്ന് വായിക്കണം പോലെ. ഈ പൂച്ചനെ കൊണ്ടാ പറയുന്ന അർത്ഥം പൂച്ച എന്തല്ല പഠിക്കണ്ട്. CAT എഴുതുക, കേറ്റുന്ന് വായിക്കുക, അർത്ഥം പൂച്ച. മലയാളം ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പൂച്ചാന്ന് എഴുതുക, പൂച്ചാന്ന് വായിക്കുക, പൂച്ചാന്ന് അർത്ഥം. എന്ത് സുഖമുണ്ട്. ഞാനോട് ആടെങ്കിൽ ഹിന്ദി എടുക്കുന്നുണ്ടോ? ഈ ഹിന്ദിന്റെ കാര്യം എന്നോട് പറഞ്ഞത്. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് എനിക്ക് നാണായിട്ട്. അതിന്റെ ഞാനോട് ഹിന്ദിന്റെ അക്ഷരം കാണുമ്പോൾ നാണായിരുന്നു. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് ഇനി ആലുമല് കുപ്പായ ഉണ്ടാസറല്ല അറിയില്ല. അതുപോലെയാണ് അക്ഷരം, ഒരു കൊളുത്തല്ല ഇതെന്തിനാളി പാറിപ്പോന്നെന്നാട്ടാണ്. പിന്നെ മാഷ് പറയുന്നിട്ട് ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. ആടാ ഹിന്ദി പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഹും വെക്കുക, ഞാനാണെങ്കിൽ ഹോ വെക്കുക. ഇത് രണ്ടും വെക്കുവാൻ കിട്ടിയില്ല. ഇടക്കടക്ക് ആപ്പ് വെച്ചു കൊടുത്താ അവൻ ഈന് മാത്രം ആപ്പ് ചെയ്തിടുന്ന അവനെ കിട്ടുക. പിന്നെ മാഷ് പറയുന്നേ നമ്മുടെ പൊരയില് വരുന്ന പൂച്ച പോലെ ഹിന്ദിയാണ് പറയുന്നത്. പൂച്ച ഹിന്ദി പറയുന്നത് അമ്മയാണ് അല്ലേ. പൂച്ച നമ്മളെ പൊരേ കാരി വരുമ്പോ ഞാൻ വന്നോട്ടെ എന്നാൽ ഹിന്ദി ചോദിക്കുന്നു. എങ്ങനെ മേ ആവോ അമ്മയാണ് മാഷ് പഠിപ്പിച്ച. എന്തോരോ ഒരു സംഗതിയാന്നേ. ഇങ്ങനെയുള്ള ഒരുപാട് തമാശകള്